ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. നാരായണീയത്തിലെ പ്രഹ്ലാദ സ്തുതി, നാരായണീയം പ്രഹ്ലാദ ചരിതം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഭാഗവതത്തിൽ നിന്ന് പ്രഹ്ലാദ സ്തുതി അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ആ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം മാത്രം പറഞ്ഞു, അത് വായിച്ചു തന്നില്ല. ഇന്ന് നമ്മൾ എന്നിട്ട് 10 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു, അർത്ഥമൊക്കെ പറഞ്ഞു പഠിച്ചു. അപ്പം ആദ്യം മുതൽ 9-ാം അധ്യായം പഠിച്ച അത്രയും വരെ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് അടുത്ത ശ്ലോകം മുതൽ പിന്നെ പഠിക്കാം. അപ്പോൾ അത്രയും ആദ്യം ഒന്ന് വായിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. അഥ ശ്രീമദ് ഭാഗവതേ സപ്തമസ്കന്ധേ നവമോऽധ്യായः. നാരദ ഉവാച. ഏവം സുരാദയ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാः നോപൈതുമശകൻ മന്യുഃ സംരംഭം സുദുരാസദം. സാക്ഷാൽ ശ്രീപ്രേഷിതാ ദേവൈരദൃഷ്ട്വാ തന്മഹദ് അത്ഭുതം അദൃഷ്ടാശ്രുതപൂർവത്വാത് സാ നോപേയായ ശങ്കിത. പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്തികേ താത പ്രശമയോപേഹി സ്വപിത്രേ കുപിതം പ്രഭും. തഥേതി ശനകൈരാജൻ മഹാഭാഗവതോർഭകഃ ഉപേത്യ ഭുവികായേന നനാമവിധൃതാഞ്ജലിഃ. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവകൃപയാ പരിപ്ലുതഃ. ഉത്ഥാപ്യ തച്ഛീഷ്ണദതാൽകരാംബുജം കാലാഹി വിത്രസ്തധിയാം കൃതാഭയം. സതൽക്കരസ്പർശദുധാഖിലാശുഭഃ സപദ്യഭിവ്യക്തപരാത്മദർശനഃ. തൽപാദപത്മം ഹൃദി നിർവൃതോ ദതൗ ഹൃക്ഷ്യത്തനുക്ലിന്നഹൃദശ്രുലോചനഃ. അസ്തൗഷീദ്ധരിമേകാഗ്ര മനസാ സുസമാഹിതഃ പ്രേമഗൽഗതയാ വാച തന്യസ്തഹൃദയേക്ഷണാം. ആ 7 ശ്ലോകങ്ങൾ അതാണ് ആദ്യത്തെ. അത് വായിച്ചില്ല, എന്ന് അർത്ഥമൊന്ന് പറഞ്ഞായിരുന്നു. സാരമില്ല, ഒന്നും കൂടി പറയാം, എന്നാലും വേണ്ടില്ല. ഇനി പ്രഹ്ലാദ സ്തുതി തുടങ്ങുകയാണ്. ഇവിടെ മുതലാണ് പ്രഹ്ലാദ സ്തുതി തുടങ്ങുന്നത്. ആദ്യം നമ്മൾ പഠിച്ച എത്രയൊന്ന് വായിക്കാം. അഥ പ്രഹ്ലാദ ഉവാച. ബ്രഹ്മാദയ സുരഗണാ മുനയോഥ സിദ്ധാഃ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈർ അധുനാപി വിപ്രുഃ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേഃ. മന്യേധനാപി ജനരൂപതപശ്രുതൗജ തേജപ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗാഃ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായാം. വിപ്രാദ്വിഷഡ്ഗുണയുതാദരവിന്ദനാപപാദാരവിന്ദ വിമുഖാശ്വപചം വരിഷ്ടം മന്യേ തദർപ്പിതമനോ വചനേ ഹിതാർത്ഥപ്രാണം പുനാദിസകുലം നതു ഭൂരിമാനഃ. നൈവാത്മന പ്രഭുരയം നിജലാപപൂർണോ മാനം ജനാദവിദുഷ കരുണോ വൃണീതേ. യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീഃ. തസ്മാദഹം വിഗതവിക്ലവൈശ്വരസ്യ സർവാത്മനാ മഹി ഗൃഹാമി യഥാ മനീഷാം.
നീചോജയാ ഗുണവിസർഗമനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാനനുവർണിതേന സർവേഹമീ വിധികരാസ്തവസത്വധാംനോ ബ്രഹ്മാദയോ വയമിവേശന ചോദിജന്തഃ ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ജാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഃ യച്ഛമന്യുമാ തത് യച്ഛ മന്യോ അസുരശ്ച ഹതസ്ത്വയാദ്യ മോദേതസാതുരവിവൃശ്ചിക സർപ്പഹത്യാം തദച്ഛ മന്യോമസുരശ്ച ഹതസ്ത്വയാദ്യ മോദേതസാതുരവിവൃശ്ചിക സർപ്പഹത്യാ ലോകാശ്ച നിർവൃതിമിതാക പ്രതിയന്തി സർവേ രൂപം നൃസിംഹവിഭയായ ജനാ സ്മരന്തി നാഹം ബിഭേമ്യജിതത്തേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്രഭൃഗുടീരപസോഗ്രദംഷ്ട്രാത് ആന്ധ്രസ്രജക്ഷതകേസരശങ്കുകർണാനിർഹ്ലാദ അഭീതിതഗിവാദ അരിഭീനകാഗ്രാത് ത്രസ്തോസ്മ്യഹംകൃപണവത്സല സംസാരചക്രകഥനാത് ഗ്രസതാം പ്രണീതഃ ബദ്ധസ്വകർമ്മഭിരുഷത്തമ തേങ്ക്രിമൂലം പ്രീതോപവർഗചരണം ഹൊയസേ കഥാനു. ഇവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ശ്ലോകം മുതൽ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. തസ്മാത് പ്രിയവിയോഗ സയോഗജന്മ ശോകാഗ്നിനാ സകലയോനിഷു ദഹ്യമാനഃ ദുഃഖൗഷധം തദപി ദുഃഖമദധ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. ആദ്യം നമുക്ക് ഇവിടം വരെയുള്ള കഥയൊന്ന് കേട്ടിട്ട് ബാക്കി ഓരോ ശ്ലോകം എടുത്ത് അർത്ഥം നോക്കാം. അപ്പോൾ ആദ്യം മുതൽ 1 മുതലുള്ളത് നാരദ ഉവാച മുതലുള്ള അർത്ഥം നോക്കാം. ശ്രീ നാരദൻ പറഞ്ഞു, ബ്രഹ്മാദികളായ സകലരും തങ്ങളാലും ആവുമണ്ണം സ്തുതിച്ചിട്ടും നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചില്ല. ഭഗവാന്റെ അത്യുഗ്ര തേജസ് കാരണം അവർക്കാർക്കും ഭഗവാനെ സമീപിക്കാനോ ധൈര്യമുണ്ടായില്ല. അപ്പോൾ അവർ ലക്ഷ്മി ദേവിയോട് അപേക്ഷിച്ചു. ദേവന്മാരെ ദേവി ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത് ചെന്നു നോക്കി. പക്ഷേ താൻ ഇതിനു മുമ്പ് എങ്ങും കാണാത്ത ഒരു ഭാവം ഭഗവാന്റെ മുഖത്ത് കണ്ട് ഭീതയായി പിന്മാറി. തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദൻ്റെ വൈഭവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ ആവോ ബ്രഹ്മാവ് എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ആ ബ്രഹ്മദേവൻ പ്രഹ്ലാദനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, ഭഗവാന്റെ രൂപം നീ കാണുന്നില്ലേ? നിൻ്റെ പിതാവിനോടുള്ള ക്രോധമാണ് ഇതിന് കാരണം. അതിനാൽ നീ തന്നെ വേണം ഭഗവാനെ ശാന്തനാക്കാൻ. അടുത്തേക്ക് ചെല്ലാൻ ബ്രഹ്മാവ് പ്രേരിപ്പിച്ചു പ്രഹ്ലാദനെ. അതനുസരിച്ച് മഹാഭാഗവതനായ പ്രഹ്ലാദൻ ഭയരഹിതനായി വിനയപൂർവം തലയിൽ കൈവച്ച് തൊഴുതുകൊണ്ട് അഞ്ജലി കൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. തൻ്റെ കാൽച്ചുവട്ടിൽ നമസ്കരിച്ച് കിടക്കുന്ന തൻ്റെ ഭക്തോത്തമനായ ആ 5 വയസ്സുകാരനെ ഭഗവാൻ നോക്കി. അതുവരെ അഭിനയിച്ച കോപം തുടരാൻ കഴിഞ്ഞില്ല. ഭഗവാൻ ശാന്തനായി തൻ്റെ തൃക്കൈകൾ കൊണ്ട് ആദ്യം എങ്ങനെയായിരുന്നു ഭഗവാന്റെ കയ്യ്? നരസിംഹമൂർത്തിയുടെ കൂർത്ത നഖങ്ങളൊക്കെയുള്ള കയ്യായിരുന്നു. അത് പെട്ടെന്ന് താമര പോലെയായി എന്നാണ്. അപ്പം താമര കയ്യാൽ തൻ്റെ
താമര പോലെയുള്ള കൈകൾ കൊണ്ട് ആ ബാലനെ എഴുന്നേൽപ്പിച്ച് ഭക്തവാത്സല്യത്താൽ മൂർത്താവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ഭഗവാന്റെ സ്പർശനമേറ്റപ്പോൾ തന്നെ പ്രഹ്ലാദന് ബ്രഹ്മാനന്ദാനുഭൂതി ഉണ്ടായി. ഭഗവത് ചരണങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് പ്രേമഗൽഗതനായി ഗൽഗതമായ ശബ്ദത്തിൽ അവധാനപൂർവകം ഭഗവാനെ പ്രഹ്ലാദൻ സ്തുതിച്ചു. ഇനി ആ സ്തുതി തുടങ്ങുവാണ്. ബ്രഹ്മാവ് മുതലായ ദേവന്മാരും ശുദ്ധ സത്വമൂർത്തികളായ മുനിമാരും മറ്റ് മഹാത്മാക്കളും ഗംഭീരമായി സ്തുതിച്ചിട്ടും സന്തോഷിക്കാത്ത അല്ലെങ്കിൽ ശാന്തനാകാത്ത ആ ഭഗവാൻ അസുരയോനിയിൽ ജനിച്ച അതായത് ഇത് പ്രഹ്ലാദൻ്റെ ആശ്ചര്യമാണ്. അതായത് മഹാന്മാരായ മഹാത്മാക്കളായ മുനിമാരും സത്വഗുണ പ്രധാനികളായ ദേവന്മാരും എല്ലാവരും സ്തുതിച്ചിട്ടും ശാന്തനാകാത്ത ഈ ഭഗവാൻ ഈ അസുരയോനിയിൽ ജനിച്ച ഞാൻ എന്നാൽ ശാന്തനാകുമോ? ഇത് ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ്. അപ്പം ഇവരൊക്കെ സ്തുതിച്ചിട്ടും ശാന്തരാക്കാൻ കഴിയാത്ത ഭഗവാനെ അസുരയോനിയിൽ ജനിച്ച ഈ എനിക്ക് എങ്ങനെ സാധിക്കും? അത് ആശ്ചര്യം തന്നെ എന്ന് പ്രഹ്ലാദൻ ആത്മഗതം ചെയ്തു. അപ്പം പിന്നത്തെ അടുത്ത ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദിന്തിരുവടിയെ പ്രസാദിപ്പിക്കുന്നതിന് ധനമോ ആഭിജാത്യമോ സൗന്ദര്യമോ അല്ലെങ്കിൽ പൗരുഷ്യമോ മറ്റ് യോഗ്യതകളോ ഒന്നും വേണ്ട. ഇവയൊന്നുമില്ലാഞ്ഞിട്ടും ആ ഗജേന്ദ്രനെ അങ്ങ് രക്ഷിച്ചില്ലേ? ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ എന്ന് പ്രഹ്ലാദന് മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ശമം ദമം തപസ് ശൗചം ശാന്തി ആർജവം വിരക്തി ജ്ഞാനം വിജ്ഞാനം സന്തോഷം സത്യം ആസ്തിക്യം ഇവയെല്ലാം തികഞ്ഞ ബ്രാഹ്മണനായാലും ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ, ആ ശ്രീഹരിയിൽ ഭക്തിയില്ലെങ്കിൽ അവൻ ശ്രേഷ്ഠനല്ല. മാത്രമല്ല അവൻ ഗർവിതനായി എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായി അധപ്പതിക്കുകയും ചെയ്യുന്നു. അപ്പം നേരെ മറിച്ച് മനസ്സ് വാക്ക് കർമ്മം അർത്ഥങ്ങൾ പ്രാണങ്ങൾ ഇവയെ ഭഗവാന് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സേവിച്ചാൽ ആ സേവിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. കൂടാതെ അവൻ്റെ കുലത്തെയും കൂടി പരിശുദ്ധമാക്കുന്നു. അവനും ശുദ്ധനാകുന്നു, അവൻ്റെ കുലത്തെയും പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ, അല്ലയോ പ്രഭു, പരിപൂർണനായ അവിടത്തേക്ക് സംസാരികളായ ഞങ്ങളുടെ പൂജകൾ കൊണ്ട് നേടേണ്ടതായിട്ടൊന്നുമില്ല. കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങ് കാരുണ്യം ഒന്ന് മാത്രമാണ് അങ്ങ് സ്വീകരിക്കുന്നത്. അപ്പോൾ പൂജിക്കുന്നവന് പരമലാഭം ലഭിക്കുന്നു. അങ്ങ് സത്യമായ മുഖമാണ്. അപ്പോൾ ഭക്തന്മാർ സത്യമായ മുഖത്തോടു കൂടി ഭഗവാനെ സേവിച്ചാൽ അത് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണോ ഒരു മുഖത്തെ അലങ്കരിക്കുമ്പോൾ ആ മുഖത്തിൻ്റെ പ്രതിബിംബത്തിലും കിട്ടുന്ന അതുപോലെ ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിച്ചാൽ ആ ഭജിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ഭഗവാൻ തിരിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നീചനായ അസുരനാണെങ്കിലും എൻ്റെ അല്പബുദ്ധിക്കനുസരിച്ച് ഞാൻ നിന്തിരുവടിയെ സ്തുതിക്കുകയാണ്. അതുമൂലം എൻ്റെ ശരീരാഭിമാനം നശിച്ച് അന്ധകരണം പരിശുദ്ധമാകുമല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പറയുന്ന, അല്ലയോ സർവേശ്വര, ഈ ദേവന്മാരെല്ലാം അങ്ങയുടെ സത്വധാമമായ സ്വജനങ്ങളാകുന്ന ഭൃത്യന്മാരാകുന്നു. അസുരന്മാരെ പോലെ വിരോധികളല്ലല്ലോ.
ഇവരെല്ലാം ഇപ്പോൾ ഭയഭീതരായിരിക്കുകയാണ്. ഈ ലീലാവതാരങ്ങളെല്ലാം സ്വന്തം വിനോദനത്തിനും ഭൂതങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണല്ലോ. പാസുരൻ മരിച്ചതിനാൽ ഇവരിപ്പോൾ ആശ്വസ്തരാണ്. ഈ നരസിംഹരൂപത്തെ സ്മരിച്ചാൽ മാത്രം മതി എല്ലാവരുടെയും ഭയം മാറിപ്പോകും. അപ്പോൾ ഭയം ഉണ്ടാവുകയില്ല. അതിനാൽ അങ്ങയുടെ ഈ കോപരൂപം ശമിച്ചു കാണുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. അപ്രകാരം ചെയ്താലും എന്ന് പ്രഹ്ലാദൻ സ്തുതിച്ചു. പിന്നെ 8ാമത്തെ ശ്ലോകത്തിൽ പിന്നെയും അല്ലയോ അജിത, നൃസിംഹരൂപത്തെ കണ്ട് ഞാൻ പേടിക്കുന്നില്ല അല്ലേ? എന്താണ് ആ ശ്ലോകം? നാഹം ബിമേബി അജിത എന്ന് പറയുന്ന ശ്ലോകം. അത് കണ്ടിട്ട് ഞാൻ പേടിക്കില്ല. കാരണം അങ്ങയുടെ ഈ എൻ്റെ മാതാവും പിതാവുമായ കാരുണ്യ വാത്സല്യങ്ങൾ നിറഞ്ഞ അങ്ങയെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് യാതൊരു പേടിയുമില്ല. നാക്ക്, അങ്ങയുടെ ആ നീണ്ടു വളഞ്ഞ് വാള് പോലെയുള്ള ആ നാക്കിനെയോ അല്ലെങ്കിൽ സൂര്യതുല്യമായ ജ്വലിക്കുന്ന കണ്ണുകളെയോ കുടലുമാലയൊക്കെ ഇട്ട് സുന്ദരമാക്കി ഇങ്ങനെ ജടകളെല്ലാം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആ സടയെയോ ആന്ധ്രമാല ധരിച്ച് കുടലുമാല ധരിച്ച് നിൽക്കുന്ന അങ്ങയെ ഒന്നും എനിക്ക് പേടിയില്ല. ഏത് രൂപത്തിൽ എന്ത് ക്രൂരമായി അങ്ങ് നിന്നാലും എനിക്കതൊന്നും പേടിയില്ല. പക്ഷേ ഞാൻ പേടിക്കുന്നു. ആരെയാ പേടിക്കുന്നത്? ത്രസ്തോസ്മ്യഹം കൃപണവത്സല, ആ ശ്ലോകം. അല്ലയോ കാരുണ്യവാനായ ദീനവത്സലനായ ഗുരുവായൂരപ്പ, ഞാൻ ഉഗ്രവും ദുസ്സഹവുമായ സംസാരചക്രത്തെ ഭയപ്പെടുന്നു. അപ്പോൾ പ്രഹ്ലാദൻ ഭഗവാന്റെ ആ രൂപത്തെയോ ഇതൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ദുഷ്കർമ്മ, ഈ സംസാര ദുഃഖം, സംസാരചക്രത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ദുഷ്കർമ്മവശാൽ അസുരന്മാരുടെ ഇടയിൽ നിന്നും മോചനം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തപ്രിയനും മോക്ഷപ്രദനുമായ അങ്ങയുടെ പാദമൂലത്തിലേക്ക് എന്നെ എപ്പോൾ വിളിക്കും എന്ന് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു 9ാമത്തെ ശ്ലോകത്തിൽ. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ, അല്ലയോ പ്രഭോ, ഞാൻ പല ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. അപ്പോഴെല്ലാം പ്രിയ വിഷയങ്ങൾ ലഭിക്കാതെയും അപ്രിയ ദുഃഖങ്ങൾ അനുഭവിച്ചും ഞാൻ ദഹിച്ചു കഴിയുകയാണ്. അതിന് കാരണം ആത്മബുദ്ധി എന്നെ പോയിട്ടില്ല. അതുകൊണ്ടാണ് ദുഃഖശാന്തിക്കായി ചെയ്യുന്ന പരിശ്രമങ്ങളും ദുഃഖത്തെ തന്നെ ഉണ്ടാക്കുന്നു. അതിനാൽ തളർന്ന് വലഞ്ഞിരിക്കുകയാണ്. നിന്തിരുവടിയുടെ പാദസേവയാൽ മാത്രമേ എൻ്റെ സങ്കടം തീരുകയുള്ളൂ. അവിടുത്തെ കരുണാകടാക്ഷം ലഭിച്ചാൽ ഞാൻ കൃതാർത്ഥനാകും. അപ്പോൾ ബ്രഹ്മാദികളെ പിന്തുടർന്ന് ഞാനും അങ്ങയുടെ കഥകളെ കീർത്തിക്കും. അങ്ങയുടെ ലീലാകഥകളെ കീർത്തിക്കും, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലും. തുടർന്ന് അങ്ങയുടെ പ്രിയ ദാസന്മാരായ പരമഹംസന്മാരോട് ചേരാനും സാധിക്കും. അപ്പം കഥാശ്രവണ കീർത്തനത്തിൽ രുചിയുണ്ടാവുകയും എന്നെന്നുമായി ആ ബാക്കി വിഷയം ഇതൊക്കെ വിട്ടുപോവുകയും ചെയ്യും. അപ്പം ഞാനും അങ്ങയുടെ പരമഹംസന്മാരായ പരമഹംസന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങയോട് അടുത്ത് നിൽക്കുന്ന അങ്ങയുടെ മഹാന്മാരായ ഭക്തന്മാരുടെ ഒപ്പം ചേരാൻ എനിക്കും വരാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഇനി നമുക്കിന്ന് 11ാമത്തെ ശ്ലോകം മുതലാണ് പഠിക്കേണ്ടത്. അപ്പം അത് നമുക്കൊന്ന് വായിച്ചിട്ട് ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞു പോകാം.
അതായത് ഇതായിട്ടല്ല, ശ്ലോകം ആദ്യം വായിക്കാം. ശ്ലോകം ഒരു 10 ശ്ലോകം വായിക്കാം അല്ലേ, 28 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ? യസ്മാത് പ്രിയാപ്രിയ വിയോഗ യോഗജ ശോക അഗ്നിനാ സകല യോനിഷു ദഹ്യമാനക ദുഃഖൌഷധം തദവി ദുഃഖമതത്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. എപ്പോഴാണോ എനിക്ക് അങ്ങയുടെ ആ ദാസ്യമായ, എപ്പോഴാണ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് എന്ന് ഞാനിവിടെ നോക്കിയിരിക്കുകയാണ്. സോഹം പ്രിയസ്യ സുഹൃത പരദേവതായ. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ലീലാ കഥാസ്തവ നൃസിംഹ വിരിഞ്ച ഗീതാഹ അഞ്ചസ്ഥിധർമ്മ്യനുഗൃണ്ണൻ ഗുണവിപ്രമുക്തോ ദുർഗാണി തേ പദയുഗാലയ ഹംസസംഗഹ. അതും പറഞ്ഞായിരുന്നു അല്ലേ, അങ്ങയുടെ ആ പരമഹംസന്മാരിൽ സംഘമുണ്ടാകും എനിക്കെന്ന്. അടുത്ത ശ്ലോകം. ബാലസ്യ നേഹചരണം പിതരൗ നിസിംഹ നാർത്തസ്യ ചാഗതമുനൻ മുദന്വതി മജ്ജതോ നൗ. ബാലസ്യ നേഹചരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ചാഗതമുദന്വതി മജ്ജതോ നൗ. ഇവിടെ മുതൽ വേറെ എടുക്കാം.